ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹാൻഡ്മേഡ് ടേൽസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇത് എഗ്ഷെല്ലും വൂളൻ ത്രെഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ആയിട്ട് ഇന്ത്യ ഇന്ന് 74ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. A4 ഷീറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളുണ്ടാക്കുന്ന ഈ ഒരു മിനിയൻസിൻ്റെ ഇയറും അതുപോലെ തന്നെ ഹാൻഡുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം അതിന് ഈക്വലായിട്ട് 3 ഭാഗമായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൽ നമ്മൾ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഗിൽറ്റഡ് പേപ്പറോ അതല്ലെങ്കിൽ കളർ പേപ്പറോ കട്ട് ചെയ്തതിന് ശേഷം, അതായത് സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഭാഗത്ത് ഓറഞ്ച്, നടുക്ക് വൈറ്റ്, ദെൻ അടുത്ത ഭാഗത്ത് ഗ്രീൻ, അങ്ങനെ നമ്മൾ ഈക്വൽ പാർട്ടീഷനായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഷെൽ ഉണ്ടല്ലോ, നമ്മുടെ ആ എഗ്ഷെൽ എടുത്തതിന് ശേഷം പിന്നെ എഗ്ഷെൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഗ്ഷെല്ലിന് ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഒരുപാട് പൊട്ടിപ്പോയാൽ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മുട്ട എടുക്കുമ്പം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചെവി ഇതിലേക്ക് ആ പേപ്പറിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ വൂളൻ ത്രെഡ് നമ്മൾ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം പേപ്പറിൽ നമുക്കൊരു അശോകചക്രം വരച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കോമ്പസോ അതല്ലെങ്കിൽ ഞാൻ കോയിനാണ് യൂസ് ചെയ്തത്. ഇത് വെച്ചിട്ട് വരച്ചതിന് ശേഷം നമുക്ക് അശോകചക്രം വരച്ചെടുക്കാം. ഇത് നമുക്ക് ആ വൈറ്റ് എഗ് ഷെല്ലിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതിനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൈകളും ഇതിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. ഓരോന്നും ഗ്ലൂ ഗൺ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് A4 പേപ്പറിൽ ഇതിനെ കണ്ണുകൂടി വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ച ശേഷം ഈ കണ്ണ് നമ്മൾ കട്ട് ചെയ്ത് ഇതിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ക്രാഫ്റ്റ് റെഡിയായി. വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഗ്ലൂ ഗൺ അതുപോലെ കത്രിക ഒക്കെ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരെ കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഞാൻ അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.